ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡ്രോ വ്ളോഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ഒരു മിനി അക്വേറിയം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒരു രൂപ പോലും നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ ഒരു രൂപ നമ്മുടെ പഴയ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു മിനി അക്വേറിയം, നമുക്കൊരു ചെറിയൊരു അക്വേറിയം എങ്ങനെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കണ്ടാൽ എന്തുകൊണ്ടും നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. കുഞ്ഞുമക്കൾ എന്തായാലും ചിലപ്പോൾ പറയത്തില്ല നിങ്ങൾക്ക് ഒരു ഫിഷ് ടാങ്ക് വേണം, അതുപോലെ തന്നെ മീൻ വേണം, മീൻ വളർത്തണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തട്ടിക്കൂട്ടി ചെറിയ പരിപാടിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മിനി അക്വേറിയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നല്ല നല്ല കാഴ്ചകളായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു മിനി അക്വേറിയം ഒരു പൈസ ചിലവില്ല നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം എല്ലാം നമ്മുടെ പഴയ സാധനങ്ങളാണ് കേട്ടോ, ഒരു പൈസ ചിലവുമില്ല. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. അച്ഛന്മാരെ, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്നതിൻ്റെ മുകൾ ഭാഗമല്ലേ, ഈ ഭാഗം നമുക്ക് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് മീനിടാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം കുഞ്ഞു മക്കൾ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടന്മാരോ പപ്പയോടോ അടുത്തെങ്കിലും പറഞ്ഞിട്ട് ഇത് പൊട്ടിച്ചേരാൻ പറയുക. അല്ലാതെ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഈ കാണുന്നതിൻ്റെ മുകൾ ഭാഗം അല്ലേ, ഈ ഭാഗം നമുക്ക് ഈ ബ്ലാക്ക് കളർ ഭാഗം നമുക്ക് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റിൻ്റെ ഇതില്ലേ അത് നമുക്ക് പുറത്തെടുക്കണം. അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഈ കാണുന്ന ബ്ലാക്ക് ഭാഗമാണ് കേട്ടോ നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഞാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിക്കുക. കുഞ്ഞുമക്കളും എല്ലാം കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ എന്നെ ഒന്നും പറയില്ല, കാരണം കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. വീട്ടിൽ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇത് പൊട്ടിക്കുമ്പോൾ മാത്രമേ പാടുള്ളൂ. അപ്പോൾ പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ സ്കൂട്ടർ വെച്ച് അടിച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഈ മുകൾ ഭാഗത്ത് കാണുന്നില്ല ഈ രണ്ട് ഡോട്ട് പോലെ ഇരിക്കുന്നത്, അത് സംഭവം ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അങ്ങനെ ഇളക്കി കളഞ്ഞിട്ടുണ്ട് ആ രണ്ട് ഭാഗവും. എന്നിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാലും ചിറ്റിയിൽ വെച്ച് അടിച്ചാലും ആണി വെച്ച് അടിച്ചാലും എങ്ങനെ ബൾബിൻ്റെ ഈ കാണുന്നില്ലേ ഈ ഭാഗത്തുള്ള എല്ലാം നമ്മൾ പൊട്ടിച്ചെടുത്ത് കേട്ടോ. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കളറിൽ വരും, അതിൻ്റെ അകത്ത് ബൾബ് വരും, അതെല്ലാം നമ്മൾ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി ഡെക്കറേഷൻ വർക്ക് ചെയ്യുക. ഡെക്കറേഷൻ വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ മുമ്പ് മീൻ വളർത്തിയപ്പോൾ ഉള്ള ചെറിയ സ്റ്റോൺ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്റ്റോൺ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രൂപ ചിലവില്ലാന്ന് പറയുമ്പോൾ ഇത് പഴയ ഫീസായ ബൾബാണ്. അപ്പോൾ എന്തായാലും വേസ്റ്റാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചെയ്യാനുള്ളത് ഈ മണലില്ലേ, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മണൽ കിട്ടും. അപ്പോൾ ഈ മണലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകി അതിൻ്റെ ചെളിയെല്ലാം മാറ്റിയിട്ട് അതെടുക്കുക. അതെടുത്തിട്ട് ഈ കാണുന്ന പോർഷനിലൊരു 1/4 ഭാഗം മണ്ണിട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ തോട്ടിലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ പായൽ കിട്ടത്തില്ലേ, ആ പായലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാകും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺ ഇരിപ്പുണ്ട്, ചെറിയ ചെറിയ സ്റ്റോൺ. അപ്പോൾ ഞാൻ അതും പോയി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ പോയി മണലൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടോ. അതിന് മുന്നേ തന്നെ വെച്ചാൽ വരെ നിങ്ങൾ ഈ ചെയ്തില്ലേ ബൾബ്, അത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് കൂടെ വായോ കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ തരി എന്ന് ഇരിപ്പുണ്ടെങ്കിലേ മീനിൻ്റെ ദേഹത്ത് കൊണ്ട് മീൻ ചാവണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും തരി പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വാഷ് ചെയ്തിട്ടോ. പക്ഷേ വരെ നമ്മളങ്ങനെ എല്ലാം കഴുകി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ എടുക്കുന്നത് ചെറിയ സ്റ്റോണാണ്, ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന ചെറിയ ചെറിയ തരി തരി സ്റ്റോണാണ് കേട്ടോ. നമ്മൾ നേരത്തെ മീൻ വളർത്തി അക്വേറിയം സെറ്റ് ചെയ്തിരുന്നപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. നമ്മൾ ഇതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മണലെല്ലാം കഴുകി എടുത്തിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഈ കാണുന്ന സ്റ്റോണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളെടുത്ത മണൽ നല്ല രീതിയിൽ കഴുകിയിട്ട് ഇതിലോട്ട് അങ്ങനെ ആ സ്റ്റോണെല്ലാം നമ്മൾ നിറച്ചു കേട്ടോ. എന്തായാലും നിങ്ങൾ മണലൊക്കെ നിറച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, നമ്മുടെ ഈ കാണുന്ന ബൾബില്ലേ, ഇവിടെ ഒരു ഹോൾ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു ഹോൾ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ടൊയിൻ നൂല് എന്തെങ്കിലും കയറ്റി കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നൂലില്ലെങ്കിൽ എന്തെങ്കിലും കയറോ അങ്ങനത്തെ ചെറിയ നൈസായിട്ടുള്ളത് ഈ ഹോളിൻ്റെ അകത്തൂടെ കയറ്റി സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. അതേപോലെ അങ്ങനെ നമ്മൾ ടൊയിൻ നൂലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു നൂലാണ്. നമ്മൾ അതിനെ ഈ കാണുന്ന ഹോളിൽ കൂടെ ഈ സൈഡിൽ കൂടെ കയറ്റി നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണോ ഹാങ് ചെയ്തിടാം. എന്തുകൊണ്ടും ഒരു ആരിക്കും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ഒരു സൈഡ് അറ്റം നോക്കി ഹാങ് ചെയ്തിട്ട് അവിടെ നമ്മളങ്ങനെ നമ്മുടെ ബൾബിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. മണൽ നിറച്ചു കൊടുത്തു. നിങ്ങൾ മണൽ നിറച്ചു, ഞാൻ എവിടെയുള്ള സ്റ്റോൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്തത് കണ്ടോ, ഇതേപോലെ ടൊയിനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ജോയിൻ്റ് ചെയ്ത് കെട്ടിയിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തെടുക്കാമേ. അപ്പം നിങ്ങൾ എടുത്ത കയറ് നേരെ എടുക്കുക, ആവശ്യത്തിന് നീളം ഇടുക, നേരെ കെട്ടിക്കെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെ വേണേൽ ഹാങ് ചെയ്തിടാമല്ലോ. ഇതൊക്കെ ഭംഗിയല്ലേ. കുഞ്ഞുമക്കൾ വീട്ടിൽ പറയുമ്പോൾ പൈസ കൊടുത്ത് എങ്ങനെ പോലും ഒരു ബൗൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ 100 രൂപയാകും കുറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ആ സമയം പൈസ കാണത്തില്ല. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലത്തെയൊക്കെ തന്നെ കേട്ടോ. ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റാൻഡ് ആടുന്നുണ്ട്, കാരണം കാറ്റടിക്കുക. അപ്പോൾ നമ്മുടെ സംഭവം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാല പോലെ ഇടാൻ നോക്കിയും പറ്റണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി ഇറങ്ങാം. പിന്നെ ഇന്ന് ചെയ്യാനുള്ളത് ഉണ്ടാ, ഇപ്പോൾ നമ്മുടെ എല്ലാം സൂപ്പറായി എടുത്തിട്ടുണ്ടേ. ഇന്ന് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം അറിയോ, നിങ്ങളുടെ തോട്ടിലോ കുളത്തിലോ എല്ലാം പായൽ കാണും. നമ്മൾ വലിയ പൈസ കൊടുത്ത് പായൽ വാങ്ങിക്കാൻ വേണമെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞത് 1 രൂപ പോലും ചിലവില്ല ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പഴയ ബൾബ് നിങ്ങളെടുത്തത്, ഇതേപോലെ കുറച്ച് മണൽ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പായൽ. എൻ്റെ അവിടെ മീൻ വളർത്തുന്നതുകൊണ്ട് കുറച്ച് പായൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് കുറച്ച് പായൽ ഞാൻ എടുത്തിടും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് തോട്ടിലോ കുളത്തിലോ ചാനലിലോ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഭംഗിക്ക് വേണ്ടി കുറച്ച് പായൽ എടുത്ത് സെറ്റ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഞാനും പോയി എൻ്റെ ഇവിടെ ഉള്ള പായൽ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പായൽ എടുത്തായിട്ടോ. അല്പം മതി, കാരണം ചെറിയൊരു ബൾബല്ലേ. അങ്ങനെ നമ്മളൊരു പായൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഫോക്സ്റ്റൈൽ അങ്ങനെ എന്തോ ഒരു പേരാണെന്ന് തോന്നുന്നു. എൻ്റെ കൂട്ടുകാരൻ തന്നതാണ്, എൻ്റെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പായലിനെ നമ്മുടെ ബൾബിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഇരിക്കും. നമുക്ക് നിങ്ങളും അതേപോലെ ചെയ്തെടുത്തിട്ട് വായോ. അങ്ങനെ നമ്മൾ ബൾബ് എടുത്തു, സ്റ്റോൺ ഇട്ടു, നമ്മൾ കുറച്ച് പായലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പായലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തോട്ടിൽ പോയി പായലൊക്കെ എടുത്തെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആ പായൽ കുറച്ച് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പായലിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുറച്ചെടുത്തപ്പോൾ അതിൻ്റെ ആ ലുക്ക് കണ്ടാൽ വെച്ചാൽ എന്തുകൊണ്ടും നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിയ ടാങ്ക് തോറ്റു പോകും മിനി അക്വേറിയം. കാരണം എത്രയ്ക്ക് കിടുക്കാച്ചയായിട്ടാണ് നമ്മൾ ചെയ്തപ്പോൾ സാധനം കിട്ടിയത് കേട്ടോ. ഇനി മീനും കൂടെ ഇട്ട അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്ത കേട്ടോ. എന്തുകൊണ്ടും സൂപ്പറാണ് കേട്ടോ. നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീനിനെ ഇടാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഗപ്പിയാണ് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് തോട്ടിലോ കുളത്തിലോ ചാനലിലോ എവിടെയെങ്കിലും പോയിട്ട് ചെറിയ മാനത്തന്നെ എന്തെങ്കിലും കിട്ടും, പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാമല്ലേ. അപ്പം ചെറിയ എന്തെങ്കിലും മീൻ പിടിക്കുക, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചെറിയൊരു മിനി അക്വേറിയം സെറ്റ് ആകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കണ്ട, നേരെ പോവുക, തോട്ടിലോ ചാനലിലോ എവിടെയെങ്കിലും പോയിട്ട് ചെറിയ മീൻ പിടിച്ചിട്ട് വരിക. അപ്പോൾ ഞാൻ ഗപ്പി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പേരുള്ള കുറച്ച് ഗപ്പീസ് നമ്മൾ പിടിച്ചെടുത്തട്ടോ. ഈ ഗപ്പിയാണ് നമ്മൾ ആ ടാങ്കിലോട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ തോട്ടിലോ കുളത്തിലോ ചാനലിലോ എവിടെയെങ്കിലും പോയിട്ട് ചെറിയ എന്തെങ്കിലും മീൻ പിടിച്ചുകൊണ്ട് വന്നാൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1-2 മീൻ ഇട്ടാൽ മതി.
വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ, ഇതേപോലെ ചെയ്തത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരാഴ്ചയൊന്നും വെള്ളം ഇട്ടിരിക്കാതെ ഒരു 2-3 ദിവസത്തിൻ്റെ അകത്ത് വെള്ളമൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇല്ലാത്ത പക്ഷം മീൻ ചിലപ്പോൾ ചത്തുവാൻ ചാൻസ് ഉണ്ട്. കാരണം ചെറിയ സ്പേസേ ഉള്ളൂ, അതുകൊണ്ട് മീൻ ചിലപ്പോൾ ചത്തുവാണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പക്ഷേ അങ്ങനെ നമ്മുടെ മിനി അക്വേറിയം സെറ്റ് ആയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തല്ലോ, വെറുതെ ഒരു പഴയ ഒരു ബൾബ് എടുക്കുക, അതിനെ നമ്മൾ പൊട്ടിക്കുക, അതിൻ്റെ അകത്തുള്ള പുറത്തുള്ള ബ്ലാക്ക് കളർ ഭാഗമെല്ലാം കളയുക, അതിൻ്റെ അകത്തുള്ള ബൾബും കളയുക, പുറത്തുള്ള കവറിങ് മാത്രം എടുക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഞാൻ ഇവിടെ കുറച്ച് എൻ്റെ സ്റ്റോൺ ഇരിപ്പുണ്ട്, അവിടെ ഞാൻ സ്റ്റോൺ ഇട്ടു. നിങ്ങൾ റോഡ് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് മണലോ എടുത്ത് നല്ല കഴുകി അതിൻ്റെ അടുത്ത് ചെളിയൊക്കെ കളഞ്ഞിട്ട് അതെടുക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്, നമ്മൾ കുളത്തിലോ ചാനലിലോ ഇല്ല എവിടെയെങ്കിലുമൊക്കെ പായൽ കാണത്തില്ലേ, ചെറിയൊരു തുപ്പോരും മതി. അപ്പോൾ പായലെടുത്തിട്ട് ആ പായൽ ഇട്ട് കൊടുക്കുക. പിന്നെ എന്താണ്, നമുക്കിപ്പോൾ ഗപ്പി എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഗപ്പി ഉണ്ടെങ്കിൽ അത് ഇടുക. ഇല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, തോട്ടിലോ ചാനലിലോ കുളത്തിലോ എവിടെയെങ്കിലും പോയിട്ട്, നമ്മൾ അവിടെയൊക്കെ കുളമാണ് നേരെ ആ സൈഡിൽ. അപ്പോൾ എന്തെങ്കിലും പോയിട്ട് ചെറിയ മാനത്തന്നെയായാലും മതി, ചെറിയ പരലായാലും മതി, എന്തെങ്കിലും മതി. അപ്പോൾ അതിനെ കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ പിന്നെ ഒരു ടൊയിൻ നൂല എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുക്കുക, എന്ന് വെച്ചാൽ ഹാങ് ചെയ്ത് തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് എന്തുകൊണ്ടും എല്ലാവർക്കും എളുപ്പമാണ് എന്നു പറയുമ്പോൾ, നമ്മുടെ ബൾബ് എടുത്തു, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺ ഉണ്ടായിരുന്നു, ആ സ്റ്റോൺ ഇട്ടു. പിന്നീട് നമ്മൾ ചെയ്തത് കുറച്ച് നമ്മുടെ പായൽ, ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ പായലാണെന്ന് തോന്നുന്നു, പേര് കറക്റ്റ് അറിയത്തില്ല. നമ്മൾ ആ പായൽ അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീട്ടിലുള്ള ഗപ്പി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എൻ്റെ ലാസ്റ്റ് റിവ്യൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. കണ്ടോ, നമ്മൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിനകത്തുള്ള ഫിഷ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ലായിരിക്കാം, നമ്മൾ കാറ്റടിക്കുന്നത് കൊണ്ട് ഹാങ് ആകുന്നുണ്ട്, ഷേക്ക് ആകുന്നുണ്ട്, സോറി ഫോണ് ഹാങ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവന്മാരെല്ലാം ഉയരോട്ട് വന്ന് പൊങ്ങി കിടക്കുക, അടിയിലോട്ട് പോടാ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കറക്റ്റ് പക്ക ക്ലിയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇപ്പോൾ 1 രൂപ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി അക്വേറിയം ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ലാസ്റ്റ് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, നമുക്ക് ട്യൂബ് ലൈറ്റിൽ വരെ നമുക്ക് അക്വേറിയം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് പറ്റുന്ന എന്തൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലായ ആൻഡോ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്ത് വെച്ചോ. നമ്മൾ ചലഞ്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഉടനെ നമ്മൾ വരുന്നതായിരിക്കും. അതിനുള്ള സെറ്റിങ്സും പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമന്റിലായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് വെറൈറ്റിയിൽ എങ്ങനെ രീതിയിൽ നമുക്ക് ഫിഷ് പോലെ നമുക്ക് ഫിഷ് ചെറിയ അക്വേറിയം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അപ്പോൾ അത് എനിക്കും കൂടെ പറഞ്ഞു തരിക, നമ്മൾ അതിലും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിച്ചാൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും തരാ.